ഒരിക്കൽ ഒരു മകൻ ആൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടി സാമ്പത്തിക ഭദ്രതയൊക്കെ ആയി ജീവിതത്തിൽ നല്ല നിലയിലൊക്കെ എത്തിയപ്പോൾ അയാൾക്കൊരു തോന്നൽ തൻ്റെ മാതാവ് കുറേ കാലമായി തന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഈ നിലയിൽ എത്തിച്ചതല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണം. അതായത് തന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയതിന് പകരമായി എന്തെങ്കിലും തൻ്റെ മാതാവിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് അയാൾക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ മനസ്സിൽ തോന്നലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെന്ത് ചെയ്തു, തൻ്റെ മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്കിങ്ങനെ എന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും നല്ല നിലയിലൊക്കെ ആക്കിയതല്ലേ, അപ്പോൾ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് തിരിച്ച് നൽകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ഉമ്മ പറഞ്ഞാലും അത് വാങ്ങിത്തരാനുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ അതിനെ പറ്റിയ കഴിവ് എനിക്കുണ്ട്. അപ്പോൾ എന്താണ് ഉമ്മാക്ക് പകരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട മോനെ, മോൻ നല്ല നിലയിൽ എത്തിയല്ലോ, അത് മതി. ഉമ്മാക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴും ഈ മകൻ വിടാൻ ഭാവമില്ല. അപ്പോൾ ആൾ ഇങ്ങനെ ഈ ഒരു കാര്യം ഡെയിലി ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഉമ്മാക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം, എന്താ വേണ്ടത്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ ഈ ഒരു ചോദ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഉമ്മാക്ക് തോന്നി, ഇവനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം മകൻ ഇതേപോലെ സെയിം ഈ കാര്യം ആവർത്തിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ശരി, എനിക്ക് നീ ഒരു കാര്യം ചെയ്താൽ മതി. പണ്ട് നമ്മൾ കിടന്നിരുന്ന പോലെ ഒരുമിച്ച് ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, അതിനെന്താ, ഇത്രയും ചെറിയൊരു കാര്യമാണ് ഉമ്മാക്ക് ആവശ്യം, ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി മകൻ എന്ത് ചെയ്തു, ഉമ്മാൻ്റെ കൂടെ, അവർ പണ്ട് ചെറുപ്പത്തിൽ ഉമ്മയും മകനും ഒരുമിച്ചായിരുന്നല്ലോ ഉറങ്ങിയിരുന്നത്, അതേപോലെ ഉറങ്ങാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ കിടന്നു. മകനൊരറ്റത്ത് കിടന്നു, ഉമ്മ വേറൊരു അറ്റത്ത് കിടന്നു. അങ്ങനെ മകൻ നല്ല ഉറക്കമായപ്പോൾ ഉമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മകൻ്റെ മേലെ ഒഴിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ വെള്ളം വീണ് കഴിഞ്ഞപ്പോൾ മകൻ ഞെട്ടി ഉണർന്നെങ്കിലും അവനെന്ത് ചെയ്തു, അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നിട്ട് വീണ്ടും ഉമ്മാക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഉറങ്ങാനായിട്ട് പോയി. വീണ്ടും മകൻ ഉറക്കം തുടങ്ങിയപ്പോൾ ഉമ്മ എന്ത് ചെയ്ത് വീണ്ടും വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും വെള്ളം ഒഴിച്ചു. അപ്പോഴും മകൻ ഞെട്ടിയുണർന്നു. എന്നാലും ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. കുറച്ചൊരു ദേഷ്യമൊക്കെ തോന്നിയെങ്കിലും ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. അവിടെ നിന്ന് നീങ്ങിക്കിടന്ന് വീണ്ടും ഉറക്കം തുടങ്ങി. പക്ഷെ മകൻ എത്രത്തോളം ഉറങ്ങുന്നോ അത്രത്തോളം ഉമ്മ എന്ത് ചെയ്തു, ഒരു 2-3 തവണ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിച്ചു. അടുത്ത തവണ മകൻ എന്തായാലും ദേഷ്യം വന്നു. ഇതിനാണ് ഉമ്മ എന്നെ ഇവിടെ കിടക്കാൻ പറഞ്ഞത്, എൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ടാണ് ഉമ്മ എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞത്, എന്താണ് ഇങ്ങനെ ഉറങ്ങുമ്പോൾ വെള്ളം ഒഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മകൻ അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇത് കണ്ട ഉമ്മ അങ്ങ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഉമ്മ പറഞ്ഞു, ഒരു ദിവസം നിൻ്റെ ഉറക്കം പോയപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ, പക്ഷേ ഇതേപോലെ എത്ര രാത്രികളാണ് നീ കാരണം അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഉറക്കം ഒഴിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ എന്ത് ചെയ്യും, നമ്മുടെ കിടക്കയിൽ മൂത്രമൊഴിക്കും. അത് മാറ്റി നിന്നെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വീണ്ടും കിടത്തി ഞാനൊന്ന് ഉറക്കം പിടിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇത് തന്നെ. ഇതേപോലെ എത്ര രാത്രികളാണ് നീ എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് പ്രത്യുപകാരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ലോകത്ത് എത്ര വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു വന്നു കഴിഞ്ഞാലും അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പകരം തരാനായിട്ട് പറ്റില്ല. ഞാൻ നിർവഹിച്ചത് എൻ്റെ കടമയാണ്, ഒരമ്മ എന്ന നിലയിലുള്ള എൻ്റെ കടമയാണ്. അതിനൊരിക്കലും നിങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞങ്ങളെ ഇതേപോലെ പരിപാലിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ എന്ത് ചെയ്തു, ആ മകൻ്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചോദിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള തോന്നലിൽ മോൻ മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്.